നമ്മൾ പട്ടാഭിഷേകം സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. അവിടുത്തെ ഈ തിരുവാഭരണം മോഷ്ടിക്കുന്നു, പകരം മുക്കുപണ്ടം വെക്കുന്നു. ആ മുക്കുപണ്ടം പിന്നീട് മാറ്റി സ്വർണം വെക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നാടകീയ രംഗങ്ങളാണ് ഇവിടെ, അതായത് കൊല്ലം പരവൂരിനടുത്തുള്ള പെരുമ്പുഴ യക്ഷിക്കാവ് ക്ഷേത്രത്തിലെ തന്ത്രിയായ ഈശ്വര നമ്പൂതിരി നടത്തിയത്. ഇവിടെ നിന്നുള്ള 20 പവൻ്റെ തിരുവാഭരണം മോഷ്ടിക്കുന്നു, പകരം മുക്കുപണ്ടം കൊണ്ടുവയ്ക്കുന്നു. ഇത് ഇവിടെ എത്തിയ ചുമതലയേറ്റ ഭരണസമിതി കയ്യോടെ പൊക്കുകയും ചെയ്യുന്നു. പാരിപ്പള്ളി സ്വദേശിയായ ഈശ്വര നമ്പൂതിരി ഇപ്പോൾ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുതിയ ഭരണസമിതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര മാസമായി ഈ തിരുമേനി ഇവിടെ എത്തിയിട്ട്? എങ്ങനെയാണ് കാര്യങ്ങൾ? 11 മാസമായി തിരുമേനി ഇവിടെ അമ്പലത്തിൽ വന്നിട്ട്. ഞങ്ങളിത് സ്ഥാനം ഏറ്റിട്ട് 9 മാസമായി. 9 ദിവസമായി. നമ്മളന്നേരം ഇത് ഏറ്റിട്ട് നമ്മളന്നേരം ഇരിക്കുന്ന ഭരണസമിതി ഇരിക്കാൻ നേരത്തെ ഒരു ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ തരേണ്ടതാണ്. സ്വർണ്ണവും ബാക്കിയുള്ള ബുക്ക് പ്രമാണവും ഇതെല്ലാം നമ്മൾ അതിനെപ്പറ്റി ഈ വരുന്ന ബുധനാഴ്ച, അതായത് നാളെ സ്വർണ്ണം ലോക്കറിരിക്കുന്ന എടുത്ത് തരാം, ബാലൻസ് ഉള്ള ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം ഇന്നലെ തന്നേ പറ്റുള്ള പോറ്റിയുടെ ഇരിക്കുന്ന ആഭരണങ്ങൾ തരണമെന്ന് പറഞ്ഞു. കിരീടം അത് 20 പവനുണ്ടെന്ന് പറഞ്ഞു. 5 പവൻ്റെ 3 എണ്ണോ, 2.5 പവൻ വെച്ച് 2 എണ്ണോ തരാമെന്ന് ചെന്ന് സംസാരിച്ച് ഒരു 6 മണിയോടുകൂടി അവിടെ ചെല്ലുകയും കമ്മിറ്റിക്കാർ സംസാരിക്കുകയല്ല. അപ്പോൾ ആ കമ്മിറ്റിക്കാർ മൊത്തം വന്ന് പൊതുജനങ്ങളും വന്ന് ബാക്കിയെല്ലാം വന്ന് നോക്കിയപ്പോൾ പോറ്റിയുടെ സ്വർണ്ണമില്ല, ഒന്നുമില്ല, കിരീടം ഒന്നുമില്ല. പോറ്റി പല ജുവറിലായിട്ട് വിറ്റേക്കുക, പാരിപ്പള്ളിലും കല്ലമ്പലത്തും കൊട്ടിയത്തുമായിട്ട്. ഈ വിറ്റ സാധനങ്ങളൊന്നും പോറ്റിക്ക് മേടിച്ച് തരാനോ ഒന്നും പറ്റത്തില്ല. പോറ്റി തരാമെന്ന് പറഞ്ഞാൽ പോറ്റി തരത്തില്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് സമ്മതിച്ച കാര്യമാണ്, പുള്ളിയാണ് ഇത് ചെയ്തതെന്നുള്ളത്. എത്ര കാലമായിട്ട് നിങ്ങളൊക്കെ ഈ ക്ഷേത്രം ഞങ്ങൾ മുമ്പ് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് കയറിയത് 9 വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ. ഞങ്ങളെല്ലാം അതിൻ്റെ അയലത്തുള്ളവരാണ്. അപ്പോൾ പുതിയ കമ്മിറ്റിയായിട്ട് കയറി ഞാനാണ് രക്ഷാധികാരിയായിട്ട് വന്നത്. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ കാര്യം ഞാൻ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയും പഴയ കമ്മിറ്റിക്കാരുടെ അടുത്ത് പറയുകയും, ഇപ്പോൾ ഇതിനു മുമ്പേ ഗണപതിയുടെ പോയപ്പോഴും ഈ കമ്മിറ്റിക്കാർ അറിഞ്ഞതാണ്. ചോദിച്ചപ്പോൾ കമ്മിറ്റിക്കാർ പോറ്റിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പോറ്റി പറയുന്നത് ഇത് ഞാൻ പണിയാൻ കൊടുത്തുന്നു. യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പോറ്റി പണിയുന്നതല്ല. ഒരു അമ്പലത്തിലെ പൊതുജനങ്ങളുടെ അമ്പലത്തിൽ ഒരു സാധനം ഇരുന്നാൽ അത് കമ്മിറ്റിക്കാരാണ് ചെയ്യേണ്ടത്. ചെള്ളായാലും വിളക്ക് തേക്കണമെങ്കിലും എല്ലാം കമ്മിറ്റിക്കാരാണ് ചെയ്യേണ്ടത്. കമ്മിറ്റിക്ക് അറിഞ്ഞേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് കമ്മിറ്റിക്കാർ അറിയാതെ, എന്നിട്ട് കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ട് പോലും അത് എന്താണെന്ന് തിരക്കാൻ പോലും ആ കമ്മിറ്റിക്കാർക്ക് സമയമില്ലായിരുന്നു. അതിലാണ് ഈ സംഭവിച്ചത്. ഒന്ന് പോയി, പിന്നെ 4 എണ്ണം പോയി. കഴിഞ്ഞ പൊതുയോഗത്തിൻ്റെ അന്നാണ് 5ാമത്തെ പോണത്. പൊതുയോഗം കഴിഞ്ഞതിന് ശേഷമാണ് 5ാമത്തെ പോണത്. പകരം മുക്കുകൊണ്ടം വെച്ച് പൂജിക്കുകയായിരുന്നു. അത് തിരിച്ചറിയാൻ പറ്റിയില്ല മുക്കുകൊണ്ടാണെന്ന്. അല്ല, ഇപ്പോൾ കമ്മിറ്റി കയറിയിട്ട് 7 ദിവസമല്ലേ ആയുള്ളൂ. പുതിയ കമ്മിറ്റി ഞങ്ങൾ കയറിയിട്ട് 9 ദിവസമേ ആയുള്ളൂ. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ പഴയ കമ്മിറ്റിക്കാർ അതിലൊരു ഈ സ്വർണം പണിയിക്കാൻ കൂടെ നിന്ന ഒരു വ്യക്തി ഞങ്ങളെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് മധു എന്നാണ് പേര്. അദ്ദേഹമാണ് ഇത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. ഇതുപോലുള്ള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ചിലയൊക്കെ അനുഭവത്തിൽ വന്ന്. കാരണം അത് പൊതുജനങ്ങളെ വകയാണ്. പൊതുജനങ്ങൾ ചോദിക്കുമ്പം കൊടുക്കേണ്ടതാണ്. മറ്റേ കമ്മിറ്റിക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ തിരുമേനി തന്നെ. ഈ തിരുമേനിയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? അതിനെപ്പറ്റി നമുക്കറിയാൻ പറ്റും. നമ്മളായിട്ട് ബന്ധപ്പെട്ടല്ല അയാൾ വന്നിട്ട്. നമ്മളായിട്ട് പഴയ കമ്മിറ്റിക്കാരല്ലേ നിയോഗിച്ചിരുന്നത്. പഴയ കമ്മിറ്റിക്കാർ നിയോഗിച്ച അവരുടെ രീതിയിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതുവരെ. അത് നമ്മളായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. എന്തായാലും ക്ഷേത്രത്തിലെ 20 പവൻ്റെ തിരുവാഭരണമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ തിരുമേനി തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോവുകയും പകരം മുക്കുപണ്ടം വെക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഈശ്വരൻ നമ്പൂതിരി പാരിപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം തളിപ്പറമ്പുകാരനാണ്. ഇവിടെ വന്ന് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇതാ പരവൂർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് തുടർ നടപടികളെല്ലാം വരും സമയങ്ങളിൽ ഉണ്ടാകും. പോലീസ് ഇദ്ദേഹത്തെ അമ്പലത്തിലെത്തി തെളിവെടുപ്പടക്കം ഉണ്ടാകുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് സബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.